മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചി രേവതിയും കൂടി രേവതിയുടെ വീട്ടിൽ പോകാനുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഇതിന് വേണ്ടിയിട്ട് രേവതിയുടെ വീട്ടിൽ പോവാണ്. രേവതിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ദേവു ആശംസകളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ശരത്ത് അവിടെ ചെയ്യുമ്പോൾ ശരത്ത് പുറത്ത് പോയേക്കാൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് ദേവു വന്നിട്ട് പറയാണ്, സച്ചേട്ടൻ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന് പറയാണ്, ഈ ഷർട്ട് നന്നായിട്ടുണ്ട് പറയുമ്പോൾ അവിടെ അച്ഛനും അച്ഛമ്മയൊക്കെ അതന്നെയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ എവിടെ നിന്ന് അമ്മയെ മേടിച്ചെന്ന് ചോദിക്കണം. അപ്പോൾ ലക്ഷ്മി പറയണത് ഞാനല്ല ശരത്താണ് മേടിച്ചിട്ട് വന്ന് പറയണം. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. ശരത്താണ് മേടിച്ചിട്ട് വന്നത്, അപ്പോൾ മേടിച്ചു കൊടുക്കുന്ന ഷർട്ടാണ് ഞാൻ ഇട്ടേക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിക്ക് ദേഷ്യം വരികയാണ്. ആ സമയത്താണ് ശരത്ത് കയറി വരുന്നത്. രേവതി ചേച്ചി വന്നിട്ട് കുറേ നേരം ഇല്ല ഞങ്ങളിപ്പോൾ വന്നേളൂ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയേക്കായിരുന്നു പറയണം. അപ്പോൾ നീയാണ് ഈ ഷർട്ട് എനിക്ക് മേടിച്ചു കൊടുക്കുന്നത്, അത് നിന്നോട് ആരും എനിക്ക് ഷർട്ട് മേടിച്ചു തരാൻ പറഞ്ഞാൽ വെച്ചാൽ എന്താ ഞാൻ മേടിച്ചാൽ നിങ്ങൾ ഇടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇടുന്നതുകൊണ്ട് നിങ്ങളുടെ അന്തസ്സ് വല്ലതും കുറേ വെച്ചാൽ എൻ്റെ അന്തസ്സ് കുറയുടെ നീ എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്കറിയാം, ആ പൈസ കൊണ്ട് മേടിച്ച് ഷർട്ട് ഇട്ടാൽ എൻ്റെ അന്തസ്സ് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ശരത്തിനോട് ചൂടാവണം. എനിക്ക് ഷർട്ട് വേണ്ട പറഞ്ഞിട്ട് സച്ചി ഷർട്ട് ഊരിയിട്ട് അവിടെ വലിച്ചെറിഞ്ഞിട്ട് സച്ചി പോരുകയാണ്. അപ്പോൾ എല്ലാവരും ദേവും ലക്ഷ്മിയൊക്കെ പറയേണ്ട മോനെ നിൽക്ക് മോനെ പൂവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി കേൾക്കണില്ലേ പോരുകയാണ്. അപ്പോൾ രേവതി പറയും അമ്മ ഞാനും പോട്ടെ പിന്നാലെ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് രേവതി സച്ചിയുടെ പിന്നാലെ പോരുന്നു. അപ്പോൾ ശരത്ത് അവരോട് ചോദിക്കുന്നു ഇപ്പോൾ എന്തായി, നിങ്ങളല്ലേ പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്ത സച്ചിയുടെ സന്തോഷമാകുന്നു, ഇപ്പോൾ എന്തായി ചോദിച്ചിട്ട് ശരത്ത് അവരേനെ കുറ്റപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് വഴി കൂടെ വരുന്ന സമയത്ത് ഇനി നിങ്ങൾ ഈ ബനിയൻ ഇട്ടിട്ടാണ് വീട്ടിലേക്ക് കയറിപ്പോൾ നിൽക്കണ, വീട്ടുകാർ കണ്ട എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിക്കണ രേവതി. അപ്പോൾ ബനിയൻ ഇട്ടിട്ട് പോകുന്നതാണ് നിനക്ക് പ്രശ്നം എന്ന്, ഞാൻ ഒരു ഷർട്ട് മേടിച്ചോളാം എന്നിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ ഷർട്ട് മേടിക്കാൻ നിർത്താൻ സച്ചി. ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ ഷർട്ട് മേടിക്കാൻ നിർത്തി. ഈ ബനിയനിൽ ഇട്ടിട്ട് വേഷത്തിലാണ് നിങ്ങൾ ഇതിലേക്ക് പോകണം, ഞാൻ പോയി മേടിച്ചിട്ട് വരാൻ പറയണ രേവതി. നിനക്ക് അതിന് എൻ്റെ സൈസ് അറിയാം, എനിക്ക് സൈസൊക്കെ അറിയാം, നിനക്ക് എൻ്റെ ഷർട്ടിൻ്റെ സൈസ് മാത്രമേ അറിയുള്ളൂ രേവതി, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ടെക്സ്റ്റൈൽസിലേക്ക് ബനിയനും ഇട്ടിട്ട് കയറി ചെല്ലുമ്പോൾ ഓണറെ സച്ചിയെ കാണുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വായോ സാർ, എൻ്റെ കടയോടുള്ള വിശ്വസ്തതയും കൊണ്ടല്ലേ നിങ്ങൾ ഈ ബനിയനോട്ട് വന്നേക്കണേ, ഇവിടെ നിന്ന് ഷർട്ട് കിട്ടുന്നുള്ള ഉറപ്പുള്ള വിശ്വാസം കൊണ്ടല്ലേ, എല്ലാവരും വായോ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, നമുക്ക് ഈ ഫോട്ടോ ഇവിടെ അണിയടിച്ച് തൂക്കണം, നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറാണ്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയുന്നത് ദയവ് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത്, ഒരു പ്രാവശ്യം വൈറലായിട്ട് തന്നെ അത് അനുഭവിച്ചിട്ട് ഇന്ന് ഊരിപ്പോരാൻ എൻ്റെ ഭാര്യ എന്നെ രക്ഷപ്പെടുത്തിയത് എനിക്കറിയുള്ളൂ എന്നൊക്കെ പറയുന്നത്. ശരി ഞങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്തിടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ബനിയനോട്ട് നിൽക്കുന്ന ഫോട്ടോ അവരെടുക്കണം. അത് കഴിഞ്ഞ് സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് സച്ചി സെലക്ട് ചെയ്യും, രേവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് രേവതി സെലക്ട് ചെയ്യും. അപ്പോൾ സച്ചി പറയും ഈ ഷർട്ട് നല്ല ഷർട്ടാണ് പറയുമ്പോൾ രേവതി പറയും ഈ ഷർട്ട് നന്നായിട്ടെന്ന് പറയുമ്പോൾ സച്ചി പറയാണ് ഇതാണ് നല്ലത് പറയുമ്പോൾ സച്ചിയായിട്ട് പറഞ്ഞെടുത്താൽ പറയും. അപ്പോൾ സെയിൽസ്മാൻ പറയാണ് ഇതുപോലൊരു ഭാര്യ കിട്ടാൻ പുണ്യം ചെയ്യണം, എല്ലാ ഭാര്യമാരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് എടുക്കുക പറഞ്ഞ് ഭർത്താക്കന്മാരെ അടിച്ചേൽപ്പിക്കാൻ പതിവ് പറയാണ്. അങ്ങനെ സച്ചി രേവതിക്കും കൂടി ഇഷ്ടമായി പറഞ്ഞ 2 ഷർട്ട് കൊടുത്തിട്ട് വരികയാണ്. അങ്ങനെ വന്നിട്ട് തിരിച്ചു പോണ വഴിക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ അവിടെ ചന്ദ്രയാണ് പണിയോട് പണിയാണ്. അച്ഛമ്മ വന്നിട്ടുണ്ടല്ലോ സച്ചിയുടെ, അപ്പോൾ ചന്ദ്രനെ കൊണ്ട് പണിയോട് പണിയാണ്. എന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് കയറുന്ന സമയത്ത് സച്ചി വന്നിട്ട് പോകുമ്പോൾ ഇവരൊക്കെ പറയണേ ഇവൻ രാവിലെ പോകുമ്പോൾ ഈ ഷർട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവൻ എന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ട് കൂടി ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ വരുന്നു, എന്താ ചന്ദ്രൻ നിനക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് രേവതിനാണ് എന്താ മോളെ പോയിട്ട് വേഗമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പണികളില്ല അച്ഛമ്മേ, അത് കാരണം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാണെന്ന് പറയണ രേവതി. അപ്പോൾ സച്ചി അങ്ങോട്ട് വരുമ്പോൾ സച്ചിയോട് ചോദിക്കണം അച്ഛമ്മ നീ ഈ ഷർട്ടെല്ലാം ഇട്ടുണ്ടായിരുന്നു, രേവതിയുടെ അമ്മ എടുത്ത് തന്ന ഷർട്ടെല്ലാം ഇട്ടുണ്ടായിരുന്നു, എന്താ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്, എന്താണെന്ന് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ആ ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ തീരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്, വേറെ വിശേഷങ്ങളൊന്നും എന്താ ചെമ്പനീർപ്പൂവിലില്ല. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊന്നും ഇന്നത്തേലില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയിട്ട് തന്നെയുള്ളൂ, സെലിബ്രേഷനൊക്കെ വൈകുന്നേരമാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.